ഗൈസ് നമ്മളങ്ങനെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. പല വീഡിയോസും ഞാൻ എടുക്കാൻ മറന്നു. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതിനുശേഷം നമ്മൾ നേരെ അവിടുത്തെ റൂമിലോട്ട് പോയിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ ഈ കടയിലെ. ശ്രീ ആര്യഭവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയായിരുന്നു. തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു കട തന്നെയാണ് കേട്ടോ. ഉച്ചയ്ക്കും പിന്നെ നമ്മൾ അവിടെ വന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചത്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ തഞ്ചാവൂർ പാലസിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് കുളിച്ച് ഇറങ്ങിയതാണ്. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. ഇതാണ് തഞ്ചാവൂർ പാലസ് കോംപ്ലക്സ്. നമ്മുടെ റൂമിൽ നിന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് പാലസിൽ കയറാനുള്ളവരുടെ ക്യൂ ആണ് കേട്ടോ. ഇതുവരെ അവിടെ കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല. 1 മണിക്ക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിട്ട് 1:10 അങ്ങനെ നമ്മൾ ഇതാ നടക്കുകയാണ് പാലസിലോട്ട്. 220 രൂപയാണ് നമുക്കായത്. ഇതാണ് പാലസ്. പാലസ് ആണെന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഇതിനകത്ത് ആർട്ട് ഗാലറിയാണ് കേട്ടോ. ഇത് തഞ്ചാവൂർ ആർട്ട് ഗാലറി. നമ്മൾ 8 പേരുണ്ട്, ഒരു ചൈൽഡും ബാക്കി അഡൾട്ട്സും. മൊത്തം നമുക്കായത് 220 റുപ്പീസാണ് കേട്ടോ ഇതിനകത്ത് കയറാൻ. ഇവിടെ ആർട്ട് ഗാലറി മാത്രമല്ല, അതിൽ എഴുതിയിട്ടുണ്ട് വിഷ്വൽ എന്തൊക്കെയുണ്ട്. ഇതാണ് ആർട്ട് ഗാലറി എന്ന് ഉദ്ദേശിച്ചത്. ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ട്. ബിൽഡിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് തോന്നുന്നു. പലരും പല സ്ഥലത്ത് പോയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ ഇവിടെ ആയിട്ട് നടന്നു. ഈ പാലസിന്റെ ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ അടുത്ത കടയിൽ അവരെ ചോറ് കഴിക്കാൻ ഇരുത്തിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച അതേ കടയിലാട്ടോ. ഇവിടുത്തെ തിരക്ക് അങ്ങനെ നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ അവിടെ. ഫ്രൈഡ് റൈസും വെജ് ബിരിയാണിയും നാനും പനീറും ആണ് നമ്മൾ പറഞ്ഞത്. ഗൈസ്, ഞങ്ങളങ്ങനെ തഞ്ചാവൂർ അമ്പലത്തേക്ക് നടന്നു പോവാണ് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. വൈകുന്നേരം ഇപ്പോൾ ഒരു 5 മണി ആവാനായിട്ടുണ്ട്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി പിക്സ് കിട്ടും. എല്ലാവരും സാരിയൊക്കെ എടുത്തിട്ടാണ്. പാറു പട്ടുപാവടയാണ്. അവനൊന്ന് കാണും അടിപൊളി ലുക്കിലാണ്. ഇവിടെയൊക്കെ നിറയെ പൂക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് ഒരു 500 മീറ്റർ കൂടി നടക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഓട്ടോയിൽ കയറി. കാരണം നമുക്ക് അവിടെ ലേറ്റ് പോണതിന് മുമ്പ് എത്തിയാൽ മാത്രമേ നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ. ഇങ്ങനത്തെ ഗൈസ് അമ്പലമൊക്കെ അടിപൊളിയാണ്. പക്ഷെ തിരക്ക് നോക്കണം. ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫോട്ടോ ഒന്നും കിട്ടില്ല എന്ന് അപ്പം തന്നെ മനസ്സിലായി. അങ്ങനെ നമ്മളിവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ പല തവണ ശ്രമിച്ചു. പക്ഷെ നമുക്ക് വലിയ ദിക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മളിവിടെ നടക്കുകയാണ്. ഒരു പൂരപ്പറമ്പിൻ്റെ തിരക്കുണ്ട് കേട്ടോ അവിടെ. ഇത് ആക്ച്വലി ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ടുണ്ട് തോന്നുന്നു. ഒരു അമ്പലത്തിൻ്റെതായിട്ടുള്ളൊരു പ്രതീതിയൊന്നല്ല അല്ലേ. നമ്മളിവിടെ ഒരു ഇഡ്ഡലിക്കട വന്നിട്ട് ഇഡ്ഡലി കഴിച്ചു കേട്ടോ. കഴിച്ചു കൂടി ഉണ്ട് അതിൻ്റെ ഒപ്പം. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു തഞ്ചാവൂരിൽ നിന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. 2 ഓട്ടോ ആയിട്ടാണ് കേട്ടോ പോണത്. 100 രൂപയാണ് ഒരു ഓട്ടോയ്ക്ക്. തഞ്ചാവൂരിൽ നിന്ന് നമുക്ക് തിരുച്ചിറപ്പള്ളിക്ക് ട്രെയിൻ ഉണ്ട്. ട്രെയിൻ 8 മണിക്കാണ്. ഇപ്പോൾ സമയം 7:15 ആയിട്ടുണ്ട്. അവിടെ നിന്നൊരു 1.5 മണിക്കൂറിൻ്റെ ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ മെമു കയറിയിട്ടോ. നമുക്ക് 8 മണിയുടെ മുമ്പ് 7:30 ഒരു മെമു ഉണ്ടായിരുന്നു. അത് കിട്ടി. പലരും പല ഭാഗത്താണ് ഇരിക്കുന്നത്. ഇതിന് 8:45 ആകുമ്പോൾ നമ്മുടെ തിരുച്ചിറപ്പള്ളി. വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നമ്മൾ 8UB കണ്ടെത്തി കേട്ടോ. അങ്ങനെ 8UBയിലാണ് വന്നിരിക്കുന്നത്. പലർക്കും പല സ്ഥലത്താണ് സീറ്റ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓർഡർ ചെയ്യണം. അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ ഗീ റോസ്റ്റ് എത്തിയിട്ടുണ്ട്. പാറു അതൊന്ന് കഴിച്ചേ. പാറൊരു ചൂടാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ
കൂടിയതാണ്. അവിടെ എന്തോ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ബാഗൊക്കെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ, ആരും ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരു പാലസിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെട്ടിയാർ താമസിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല കേട്ടോ. നമ്മൾ വീണ്ടും ഓട്ടോ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് ടൈൽ ഫാക്ടറിയിലാണ് കേട്ടോ. ടൈൽ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ, ചെട്ടിനാട് ടൈൽ. ഒരാൾക്ക് 50. കുറേ വീഡിയോസ് ഞാൻ മിസ്സാക്കിട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയി, 11 മണിയായി. രാവിലെ എന്ന് പറയാൻ പറ്റില്ല. വീണ്ടും നമ്മൾ ഇറങ്ങിട്ടോ. ചെട്ടിനാട് മാനറിന് ചെക്കൗട്ട് ചെയ്തു. നമ്മൾ ബസ്സിനാണ് ഇനി കാരൈക്കുടിക്ക് പോണത്. അവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ കാരൈക്കുടി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. വൈകിട്ട് 3:15 ട്രെയിൻ. ഇനി ചെട്ടിനാട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അതുകൊണ്ട് നമ്മൾ ബസ് തേടിയിട്ട് ഹൈവേ കൂടെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി കാരൈക്കുടിക്ക്. ഇനി അരമണിക്കൂർ ദൂരമുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് കിട്ടിയത്. 5 മിനിറ്റ് കൂടുമ്പോഴൊന്നും ബസ്സില്ല. ഗ്രാമവണ്ടിയാണ്, ഗ്രാമവണ്ടി. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി കാരക്കുടിയിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസ് മിസ് ചെയ്തു. നമ്മൾ സ്റ്റേ ചെയ്ത ചെട്ടിനാട് മാനർ ഇതായിരുന്നു കേട്ടോ.